എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ശിബി ചക്രവർത്തിയുടെ കഥ കേൾക്കാം. നമ്മൾ പണ്ട് കുട്ടിയാകുമ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം. നമ്മളെല്ലാവരും അത്യാവശ്യം കുട്ടികളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്, ഓർമ്മയ്ക്കുണ്ടാവും. ശിബി ചക്രവർത്തിയുടെ കഥ, ശിബിയെ ദേവന്മാർ പരീക്ഷിക്കുന്ന ഒരു കഥ. അത് മുഴുവനായിട്ട് ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ശിബി എന്ന് പറഞ്ഞാൽ യയാതി മഹാരാജാവിൻ്റെ മകളാണ് മാധവി. ആ മാധവിയുടെ പുത്രനാണ് ഈ ശിബി ചക്രവർത്തി. ശിബി ചക്രവർത്തി കുട്ടിയാവുമ്പോൾ തന്നെ നല്ല ഐശ്വര്യവും പൗർണമിചന്ദ്രനെ പോലെ ഉള്ള മുഖമാണത്രേ ശിബിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അസാധാരണമായിട്ടുള്ള ബുദ്ധിവൈഭവമുള്ള ഒരു ആളായിരുന്നു. കുട്ടിയാവുമ്പോൾ തന്നെ അങ്ങനെയാണ്. ശാന്തത, അതുപോലെ എന്ത് കാര്യത്തിലും ഒരു ശാന്തനായിട്ടല്ലാതെ ശിബി ചക്രവർത്തിയെ ആരും കാണില്ല. മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിനൊരു ശാന്തത കിട്ടും എന്നാണ് പറയണത്. ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ എപ്പോഴും മുഖത്തൊരു ശാന്തത കളിയാടുന്ന ആൾ, ആരോടും ഒരു മത്സരമില്ലാത്ത മനസ്സ്, ചിന്തയുടെ ആഴം, ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ ചിന്തയുടെ ആഴം മനസ്സിലാവും എന്നാണ് പറയണത്. ശിബി യുവരാജാവായി കഴിഞ്ഞപ്പോൾ രാജ്യത്തെ എന്തെന്നില്ലാത്തൊരു സമാധാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും ഒരു പകയില്ല. വന്യമൃഗങ്ങൾ പോലും പകയൊക്കെ മറന്ന് സിംഹവും മുയലും തമ്മിൽ സ്നേഹത്തോടെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെയാണ് പറയണത്. കൊലയില്ല, കള്ളമില്ല, വഞ്ചനയില്ല. അങ്ങനെ മനസമാധാനത്തോടെ പ്രജകൾ, മൃഗങ്ങളടക്കം കഴിഞ്ഞ ഒരു കാലമാണ് ശിബി ചക്രവർത്തിയുടെ കാലം എന്നാണ് പറയണത്. രാജാവിനെ പ്രജകൾ ഈശ്വരനെ പോലെ ആണ് കണ്ടിരുന്നത്. പ്രാണനെ പോലെ സ്നേഹിച്ചു രാജാവിനെ. അങ്ങനെ ഒരു രാജാവ് ഈ ഭൂമിയിലുള്ളപ്പോൾ ഇത് എല്ലായിടത്തും പ്രചരിച്ചു. ഇങ്ങനെ ഈ രാജാവിൻ്റെ കീർത്തി സകല ദിക്കിലും പരന്നു. നാടെങ്ങും ശിബിയുടെ ദാനം കൊണ്ട് കീർത്തി കേട്ടത് ആളാണ് ശിബി ചക്രവർത്തി. ശിബി ചക്രവർത്തിയുടെ ദാനമഹത്വത്തെ പറ്റി എല്ലാവരും ഇങ്ങനെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി. ആ ശിബിയുടെ കാര്യങ്ങൾ അറിയാത്ത ഒരു മനുഷ്യനില്ല. അപ്പോൾ ഈ ശിബിയുടെ വാർത്ത സ്വർഗലോകത്തോളം എത്തി എന്നാണ് പറയണത്. അങ്ങനെ ആകുമ്പോൾ ദേവസഭയിൽ ഈ ശിബി ചക്രവർത്തിയെ പറ്റി ഒരു ചർച്ചയുണ്ടായി. മഹർഷിമാർ, പുരോഹിതന്മാർ ഇവരൊക്കെ ശിബിയെ ഇങ്ങനെ വാഴ്ത്തുകയാണ്. ശിബിയുടെ ദാനമഹത്വത്തെ പറ്റിയും ശിബിയുടെ ആ സൗന്ദര്യത്തെ പറ്റിയും ആ ശാന്തമായ ആ രൂപമുണ്ടല്ലോ അതിനെപ്പറ്റിയും ഒക്കെ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. അപ്പോൾ ഒരു ദിവസം ദേവന്മാർ ചിലർ ചോദിച്ചു മഹർഷിമാരോട്, ഈ ഒരു മനുഷ്യനെ ഇത്രയ്ക്കൊക്കെ അങ്ങോട്ട് പുകഴ്ത്താവോ? അതും ഈ ദേവസഭയിൽ വെച്ചിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ പുകഴ്ത്തുന്നതിൽ എത്രയ്ക്ക് ഇതുണ്ട് എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ എത്രയ്ക്കൊക്കെ നല്ലതാണ്, നമ്മൾ പുറമേക്ക് എത്രയ്ക്ക് നല്ല ദാനതൽപരനാണ്, ശാന്തനാണ്, എന്തെല്ലാം മഹത്വം പറഞ്ഞാലും ആ ആളുടെ ഉള്ളിൽ അഹം എന്നുള്ളൊരു ഭാവം ഉണ്ടാവാതിരിക്കില്ല. അതൊരിക്കലും മാറില്ല എന്നാണ് ദേവേന്ദ്രൻ പറയണത്. അപ്പോൾ ദേവേന്ദ്രന് ശിബിയെ ഇങ്ങനെ പുകഴ്ത്തുന്നത് അത്രയും കൂടി ഇഷ്ടമായില്ല. അപ്പോൾ അഗ്നിദേവൻ പറഞ്ഞു, ദേവേന്ദ്രൻ പറയണത് അബദ്ധമാണ്. അമരാവതിയിൽ സുഖമായി വസിക്കുന്ന ദേവകൾക്ക് ഇല്ലാത്ത എത്രയോ ഗുണങ്ങളാണ് ദേവലോകം കാണുക പോലും ചെയ്യാത്ത മനുഷ്യന്മാർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദേവലോകത്തുള്ള ദേവന്മാർക്കില്ലാത്ത ഗുണങ്ങൾ
ഉള്ള മനുഷ്യർ ധാരാളമുണ്ട്. വിശേഷിച്ച് ശിബിയെ പോലെ ഒരു രാജാവ് അഹം എന്നുള്ളൊരു ഭാവം ഉണ്ടാവുകയേ ഇല്ല എന്ന് അഗ്നിദേവൻ പറഞ്ഞു. ശിബി എന്ന് പറഞ്ഞാൽ ശാന്തനാണ്, അത്യായ പാണ്ഡിത്യമുള്ളയാളാണ്, അഹങ്കാരം എന്ന് പറഞ്ഞതില്ല, ആരോടും മമതയില്ല, നിർമ്മമതയില്ല. എന്നുവെച്ചാൽ ഒരാളോട് അതിയായ ഇഷ്ടം മറ്റയാളോട് ഇഷ്ടമല്ല, അങ്ങനെയില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതെന്ന് വെച്ചാൽ പാണ്ഡിത്യത്തിൻ്റെ മറുകര കണ്ട ആളാണ് ശിബി. ഈ ശിബിയെ ജയിക്കാൻ ദേവലോകത്ത് പോലും ആരുണ്ടാവില്ല എന്ന് അഗ്നിദേവൻ പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, അഗ്നിയുടെ വിശ്വാസം നന്നായിരിക്കുന്നുണ്ട്. എന്നാൽ നരജന്മം എടുത്ത മനുഷ്യനായി ജനിച്ച ആൾക്ക് അഹങ്കാരം എന്നുള്ളത് വിട്ടൊഴിയുകയേയില്ല. ശിബിയും അതിൽ നിന്ന് വ്യത്യസ്തനൊന്നുമല്ല. അത് ഈ ചിന്താശീലം, ശാന്ത സ്വഭാവം, ദാനനിഷ്ഠ, അതൊക്കെ ഒരു തരം നാട്യമാണ് എന്നാണ് ദേവേന്ദ്രൻ പറയണത്. അങ്ങനെ അത് രണ്ടുപേരും കൂടി തർക്കമായി. അഗ്നിയും ദേവേന്ദ്രന്മാരും ഒക്കെ ദേവേന്ദ്രനും അഗ്നിയും കൂടി തർക്കമായി. അങ്ങനെ ദേവന്മാർ പക്ഷം ചേർന്നു, രണ്ട് ഭാഗത്തായി. തർക്കം മൂത്തപ്പോൾ ദേവഗുരു ഇടപെട്ടു. അപ്പം ദേവഗുരു പറഞ്ഞു, ദേവേന്ദ്രനും അഗ്നിയും ചേർന്ന് ശിബിയെ ഒന്ന് പോയി പരീക്ഷിച്ചോളൂ. അഗ്നി പറഞ്ഞതുപോലെ അത്രയ്ക്ക് മഹത്വം ഉള്ളവനാണെങ്കിൽ നമുക്ക് ശിബിയെ ഒന്ന് ബഹുമാനിക്കണം എന്ന് ദേവഗുരു പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. ശിബി ചക്രവർത്തി കൊട്ടാരത്തിൽ രാജ്യകാര്യങ്ങളൊക്കെ ആലോചിച്ച് വലിയ സഭയുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. സഭ കൂടുന്ന സമയമാണ്, രാജസഭ കൂടുന്ന സമയമാണ്. എല്ലാവരും ഉണ്ട്, മന്ത്രിമാർ, പൗരപ്രധാനികൾ എല്ലാവരും ഉണ്ട്, പ്രജകൾ എല്ലാവരും ഇരിക്കുന്ന ആ ഒരു സഭയിലേക്ക് പെട്ടെന്ന് രാജാവിൻ്റെ മടിയിലേക്ക് ഒരു വെളുത്തൊരു പ്രാവ് വന്നങ്ങോട്ട് വീണു. ആ പ്രാവ് ഇങ്ങനെ പേടിച്ച് വിറച്ച് ചോരയിൽ കുളിച്ചിട്ടാണ് വന്ന് വീണത്. അതിങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നാലുപുറവും നോക്കണുണ്ട്. അപ്പോൾ കരയണമുണ്ട്. അതിങ്ങനെ മനുഷ്യനെ പോലെ സംസാരിക്കണു മഹാരാജാവിനോട്. മഹാരാജാവേ, ഒരു കഴുകൻ എൻ്റെ പുറകെ വരുന്നുണ്ട്. അവൻ എന്നെ കൊത്തി തിന്നാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ ഒരു വിധം ഞാൻ രക്ഷപ്പെട്ട് വരികയാണ്. അങ്ങ് എന്നെ രക്ഷിക്കണം. എനിക്ക് ഇനി പറക്കാൻ വയ്യാതെയായി. ആ കഴുകാൻ കൊത്തിയിട്ട് ഒരുപാട് രക്തം എൻ്റെ മേത്തുനിന്ന് ഒഴുകി പോയിട്ടുണ്ട്. ഇനി എനിക്ക് തീരെ പറക്കാൻ വയ്യ. അവിടുന്ന് എന്നെ രക്ഷിക്കണം. ആ പ്രാപ്പിടിയം വരുന്നതിന് മുമ്പേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണ്. ആ മാടപ്രാവ് സംസാരിക്കുന്നത് കേട്ടിട്ട് മഹാരാജാവിന് അത്ഭുതമായി. അപ്പോൾ എൻ്റെ ജീവൻ തന്നും നിന്നെ ഞാൻ രക്ഷിക്കും, പേടിക്കണ്ട. ആർത്തന്മാരെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതവ്രതമാണ്. നീ കരയണ്ട, ഭയപ്പെടണ്ട. ശിബിയുടെ മടിയിൽ പ്രാണരക്ഷയ്ക്ക് അഭയം കണ്ടെത്തിയ ഒരാൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, അയാൾ സുരക്ഷിതനാണ് എന്നാണ് ശിബി ആ പ്രാവിനോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കൂർത്ത നഖവും ഒക്കെ ആയിട്ട് ചുണ്ട് പൊളിച്ച് ആ പരുന്ത് വന്നു, ദേവസഭയുടെ ഇവിടേക്ക് വന്നു. രാജാവിൻ്റെ മടിയിലിരിക്കണ പ്രാവിനെ കണ്ടു. അപ്പോൾ പരുന്ത് ചോദിച്ചു, പരുന്തും ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങി. മഹാരാജാവേ, അങ്ങ് വലിയ വായ്പുള്ള ആളാണ് എന്നൊക്കെ എനിക്കറിയാം, കാരുണ്യമുള്ള ആളാണ്. വയറ് വിശക്കുന്നവന് ആഹാരം കൊടുക്കേണ്ടതും പശി മാറ്റേണ്ടതും ഒക്കെ രാജാവിൻ്റെ ധർമ്മമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാവിനെ എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു. അതെൻ്റെ ഇരയാണ്. അതിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറില്ല. അതുകൊണ്ട്
വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് ധർമ്മമാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാവിനെ എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഓ, കഴുകൻ നന്നായിട്ട് യോഗ്യമായിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ ന്യായമാണ് നീ പറയണത്. പക്ഷേ എന്നെ അഭയം പ്രാപിച്ച ഒരു ജന്തു എന്നുവെച്ചാൽ എന്നെ അഭയം പ്രാപിച്ച ഒരു ജീവി, അതിനെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞു അതിനോട്. അപ്പോൾ അതിനോട് ചെയ്ത വാക്ക് ഞാൻ പാലിക്കണമല്ലോ. അല്ലെങ്കിൽ ഈ ശിബിയുടെ ഈ മഹത്വം എവിടെ എത്തും? കടലിൻ്റെ അടിയിലേക്ക് അത്രയും താണു പോവും എൻ്റെ ഈ ശിബി എന്നുള്ള ആ മഹാരാജാവിൻ്റെ മഹത്വം. കടലിൻ്റെ അടിയോളം അത്രയും താണു പോവും. അതുകൊണ്ട് നിനക്ക് വിശപ്പ് മാറിയാൽ മതിയല്ലോ, അതിനുള്ള വക ഞാൻ തരാം. ഈ പ്രാവ് ഇവിടെ വളർന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അന്നദാനപ്രഭു എന്ന് പറയണ മഹാരാജാവല്ലേ, എനിക്ക് ആ പ്രാവിനെ തിന്നണം. ഞാൻ അന്വേഷിച്ച് പിടിച്ച ഇരയാണത്, അതിനെ എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആഹാരം മുടക്കണില്ല, നിനക്ക് ഈ പ്രാവിൻ്റെ തൂക്കത്തിന് മാംസം തരാം ഞാൻ. അതുപോലെ മാംസജീവിയായ നിനക്ക് മാംസം തന്നാൽ പോരെ, ആഹാരത്തിന് നിനക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഴുകൻ ചോദിച്ചത് എന്താണെന്ന്, ഈ ഒരു പ്രാവിനെ തിന്നത് കൊണ്ട് നിനക്ക്, ഈ കുഞ്ഞൊരു പ്രാവിനെ തിന്നത് കൊണ്ട് നിനക്ക് വിശപ്പ് മാറില്ലല്ലോ. ഇതിനെ തിന്നത് കൊണ്ട് നിൻ്റെ വിശപ്പ് മാറാനുള്ള മാംസം ഇതിൻ്റെ ദേഹത്തില്ല, പിന്നെ ഇതിനെ കൊല്ലുന്ന എന്തിനാണെന്നാണ് രാജാവ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ തൂക്കത്തിന് ഞാൻ മാംസം നിനക്ക് തരാം, എന്താ വേണ്ടേ, എന്ത് മാംസമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കഴുകൻ സമ്മതിച്ചു. മഹാരാജാവേ, ഞാൻ ചോദിക്കുന്നത് തരണം, ഒന്നുകൂടി ആലോചിച്ചോളൂ എന്നിട്ട് മതി എന്ന് കഴുകൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രാവിന് ഞാൻ കൊടുക്കുന്ന വില വളരെ വലുതാണ്. ഇവൻ എൻ്റെ അതിഥിയാണ്. അതിഥി മാത്രമല്ല, അഭയാർത്ഥിയും കൂടിയാണ്. ഞാൻ ഇവനെ ഉപേക്ഷിച്ചാൽ എല്ലാ നരകവും മാറി മാറി ഞാൻ അനുഭവിക്കേണ്ടി വരും. അത്രയ്ക്ക് സാധുവാണ് ഈ പക്ഷി. രക്ഷിക്കാം എന്ന് ഞാൻ ഇവന് വാക്കും കൊടുത്തു. വാക്കിന് വാളിനേക്കാളും മൂർച്ചയുണ്ട്. അതിന് അത്രയ്ക്കും ഉറപ്പുള്ളതാണ്, ദൃഢതയുള്ളതാണ്. അത്രയ്ക്കും ഒരു വാക്ക് പറഞ്ഞാൽ വാക്കിന് വില ഉണ്ടാവണം. അപ്പോൾ എന്ത് മാംസമാണ് പഥ്യം നിനക്ക്, അത് ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കളുടെ വലത്തെ തൊടേന്ന് പ്രാവിൻ്റെ തൂക്കത്തിൻ്റെ അത്രയും മാംസം അറുത്തിട്ട് എനിക്ക് തന്നാൽ എനിക്ക് തൃപ്തിയാവും എന്ന് പറഞ്ഞു കഴുകൻ. മഹാരാജാവിൻ്റെ വലത്തെ തൊടയിലെ മാംസം പ്രാവിൻ്റെ തൂക്കത്തിന് മുറിച്ചു കൊടുക്കാനാണ് പ്രാവ് പറയണത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ശങ്കയുണ്ടായില്ല. മന്ത്രിമാരെയും ഒക്കെ വിളിച്ച് തൊടയെന്ന് മാംസം എടുത്ത് മുറിച്ചു കൊടുക്കാൻ ഉറപ്പിച്ചു. അപ്പോൾ മന്ത്രിമാർ എല്ലാവരും പറഞ്ഞു, അരുത്, ഇത് ഏതോ പിശാചുക്കൾ വേഷം മാറി വന്നിരിക്കുകയാണ് മഹാരാജാവേ, ഇതിന് കാല് മുറിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം മഹാരാജാവ് പറഞ്ഞു, എനിക്ക് എൻ്റെ വാക്കാണ് വലുത്, എനിക്ക് എൻ്റെ വാക്ക് പാലിക്കണം. തുലാസും കാല് വെച്ചാൽ തൊട മുറിക്കാനുള്ള ആയുധം ഒക്കെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. വാക്കിനാണ് വാക്കിൻ്റെ വിലയാണ് രാജാവിന് വലുത്. വാക്കുമാറുന്ന പരിപാടി ഇല്ല. പ്രതിജ്ഞ ചെയ്താൽ അത് നടത്തും, അതാണ്. അപ്പോൾ ഒരു തട്ടിൽ തുലാസൊക്കെ കൊണ്ടുവന്നു, ആയുധം കൊണ്ടുവന്നു. തുലാസിൽ ഒരു തട്ടിൽ പ്രാവിനെ വെച്ചു, മറ്റേ തട്ടിൽ തൊടേന്ന് മാംസം അറുത്തെടുത്ത് ഇങ്ങനെ വെച്ചു.
തൂക്കം എപ്പോഴും പ്രാവിനാണ് കൂടുതൽ. എത്ര മാംസം മുറിച്ച് വെച്ചാലും പ്രാവിരിക്കുന്ന തട്ട് പൊങ്ങണില്ല. പ്രാവിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു കുഞ്ഞ് വെള്ളരിപ്രാവിന് ഇത്രയൊക്കെ കനമുണ്ടോ എന്ന് രാജാവിനും അതിശയമായി. അപ്പോൾ അദ്ദേഹം ഇടത്തെ തുടയെന്ന് മാംസം മുറിച്ചു. രക്തം അങ്ങനെ വാർന്നു ഒഴുകാൻ തുടങ്ങി. എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രജകളും ബാക്കി എല്ലാ ആളുകളും ഇതിങ്ങനെ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ്. പ്രാവാണെങ്കിൽ ഭയന്ന് വിറച്ച് നടിച്ചിരിക്കുക. അപ്പോൾ എന്നിട്ട് 2 തുടയിലെ മാംസം മുറിച്ചെടുത്തിട്ടും പ്രാവിൻ്റെ തട്ട് പൊങ്ങണില്ല. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഞാനിവിടെ കിടക്കാം, എൻ്റെ ശരീരത്തിൽ നിന്നും പ്രാവിൻ്റെ തൂക്കത്തിൽ മാംസം മുറിച്ചെടുത്ത് നൽകൂ എന്ന് ഭടന്മാരോട് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് രാജാവിൻ്റെ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക, നമുക്ക് തോന്നില്ലല്ലോ. അപ്പോൾ രാജാവിനൊരു ശങ്കയുണ്ടായില്ല. മഹാരാജാവ് യോഗനിഷ്ഠ കൊണ്ട് വേദന കളഞ്ഞിരുന്നു എന്നാണ് പറയണത്. യോഗനിഷ്ഠ കൊണ്ട് വേദന അറിഞ്ഞിരുന്നില്ല മഹാരാജാവിന് എന്നാണ് പറയണത്. അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, തൂക്കം ശരിയായോ, തൂക്കം ശരിയാവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എണീറ്റിരിക്കാൻ വയ്യാണ്ടായി. അപ്പോൾ ഈ ഭടന്മാരിങ്ങനെ ദേഹത്തുനിന്ന് മാംസം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മുറിച്ച് വെച്ചിട്ടും പ്രാവിൻ്റെ തട്ട് പൊങ്ങണില്ല. അപ്പോൾ മന്ത്രിമാരോട് പറഞ്ഞു, എന്നെ തന്നെ ആ തട്ടിലേക്കൊന്ന് എടുത്തു വയ്ക്കൂ, എനിക്ക് തനിയെ എണീക്കാൻ വയ്യല്ലോ, അപ്പോൾ എന്നെ തന്നെ ആ തട്ടിലേക്കൊന്ന് കയറ്റി വയ്ക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ തന്നെ ഈ കഴുകന് സമർപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഈ മഹാരാജാവിനെ മറ്റേ തട്ടിലേക്ക് അങ്ങ് എടുത്ത് വച്ചപ്പോൾ ആ പ്രാവിൻ്റെ തട്ട് അങ്ങോട്ട് പൊങ്ങി. അപ്പോൾ 2 പേരുടെയും തൂക്കം കൃത്യമായി. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു വല്ലാത്തൊരു ഇടിമിന്നൽ പോലെ ഒരു വെളിച്ചം ആ സഭയിലൊക്കെ അങ്ങോട്ട് പ്രസരിച്ചു. എല്ലാവരുടെയും കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചു പോയി. പ്രാവ് വേഷം മാറി അഗ്നിയായി മാറിയതാണ് അത്. പിന്നെ രാജാവിൻ്റെ ശരീരത്തിൽ അഗ്നി അങ്ങനെ മെല്ലെ തലോടിയപ്പോൾ പഴയ ശോഭയോടെ രാജാവ് ആ ജീവൻ പിന്നെ രാജാവിൻ്റെ തളർച്ചയൊക്കെ മാറി രാജാവ് പഴയതുപോലെ ആയി. അഗ്നി അനുഗ്രഹിച്ചു തലോടിയപ്പോൾ. അപ്പോൾ അഗ്നി പറഞ്ഞു, ദേവസഭയിൽ ഇതുപോലെ ഒരു തർക്കം വന്നു. അപ്പോൾ താങ്കളുടെ ദാനശീലം ലോകം മുഴുവനും ദേവസഭയിൽ വരെ എത്തി, താങ്കളുടെ ദാനശീലം. അപ്പോൾ ഞങ്ങൾ ഒന്ന് പരീക്ഷിക്കാൻ വന്നതാണ് താങ്കളെ. പരുന്തായി വന്നത് ദേവേന്ദ്രനാണ്. സ്വർഗത്തിൽ വച്ച് അങ്ങയുടെ ദാനനിഷ്ഠയെക്കുറിച്ച് തർക്കം വന്നതുകൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ആ ഇന്ദ്രനും അഗ്നിയും ഒക്കെ ശിബിക്ക് ധാരാളം വരങ്ങളൊക്കെ നൽകി മടങ്ങിപ്പോയി എന്നാണ് കഥ. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇത്രയും വിശദമായിട്ട് ഒന്നും അന്ന് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശിബി ചക്രവർത്തി മാംസം മുറിച്ചു കൊടുത്ത ആ കഥ, പ്രാവ് വന്നിരുന്ന ഇത് മുതലുള്ള കഥയെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ശിബി ചക്രവർത്തിയുടെ ഈ ഒരു കഥ. വേറൊരു കഥയായിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.